നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലാ പാനീയ ചികിത്സാ വാരാചരണം ആരംഭിച്ചു. തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സണാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കുന്നതിനും തടയുന്നതിനുമായി ORS ഉൾപ്പെടെയുള്ള പാനീയ ചികിത്സയെപ്പറ്റി ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനുമായാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നാം ഇന്ന് നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മഴക്കാലം വരുമ്പോൾ വയറിളക്കമാണ്. പക്ഷെ വയറിളക്കം വരുമ്പം ORS പാനീയം നമുക്കറിയാൻ ജലാംശം നഷ്ടപ്പെട്ട് ആളുകൾ പെട്ടെന്ന് അവസ്ഥയിലാകും. വയറിളക്കവും ഛർദിയും പെട്ടെന്ന് സംഭവിക്കും. എന്നും വെള്ളം തിളപ്പിച്ച് ആറിച്ച ശേഷം നമ്മൾ കഴിക്കുക. അപ്പോൾ അതിനകത്തുള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ORS എന്ന് പറയുന്നത് നല്ല പാനീയമാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടാത്തത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ച ഇങ്ങനെ 3 വിരൽ കൂട്ടി പിടിച്ച് 3 നുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കലക്കി അങ്ങനെയാണ് ORS ഉണ്ടാക്കണമായിട്ട് ഞാനൊക്കെ അന്ന് പഠിച്ചേക്കണം. ഇപ്പം ഇതെല്ലാം പാക്കറ്റിൽ കിട്ടും. നമുക്കിപ്പോൾ എല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അച്ഛനും അമ്മ എന്നത്തെല്ലാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് കിട്ടും. അതുപോലെ എല്ലാ സാധനവും കിട്ടുന്ന കാലമായപ്പം ORS നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിനൊക്കെ നല്ലത് ഞാൻ പറയണ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. പരമാവധി നമ്മൾ രോഗം വരാതിരിക്കാൻ നോക്കുക. വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ്. നമ്മളുടെ വീട്ടില് ആർക്കെങ്കിലും വയറിളക്ക രോഗം ഉണ്ടായാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു അടിയന്തരമായി കൊടുക്കേണ്ട ചികിത്സാ സഹായമാണ് ഈ പാനീയ ചികിത്സ. ORS എവിടെയാ, ഏത് രാജ്യത്തായി ORS കണ്ടുപിടിച്ചെന്നറിയാമോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലാണ് ORS ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ഉപയോഗിച്ചത് ഇന്ത്യയാണ്. നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർ ഡ്രഗ്. ലോകത്തിലെവിടെയും ഇതിനെ വണ്ടർ ഡ്രഗ്, അതിശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ. ഇതൊരു മരുന്നല്ല, നമ്മുടെ തന്നെ ലവണങ്ങൾ തിരിച്ചു കയറ്റണം. അത് ആവശ്യമായിട്ടുള്ള ലവണങ്ങൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായുള്ള രീതിയിൽ അതിന്റെ കോമ്പസിഷൻ കൊടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്. നമുക്കറിയാം ഇനി മഴ തുടങ്ങിയതേ ഉള്ളൂ. എലിപ്പനി, ഡെങ്കിപ്പനി, പിന്നെ പട്ടികളുടെ ശല്യം എല്ലാം തുടങ്ങാൻ പോണേ ഉള്ളൂ. മഴക്കാറ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. കാരണം 2 മഴ വന്നത് നമ്മുടെ തൃക്കാക്കരയുടെ പടിഞ്ഞാറൻ മേഖല മുഴുവൻ മുഴുകുകയും കിഴക്കൻ മേഖലകൾ മണ്ണിടിച്ചിലിൻ്റെ ഭീഷണിയിലുമാണ്. അപ്പം അത് നമ്മൾ ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലേക്കാണ് പോകണം. നമ്മൾ എത്ര സമ്പാദിച്ചു വെച്ചിട്ടും കാര്യമില്ല. ആളും ആയുസ്സും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് സമ്പാദിച്ചാലും നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നമുക്ക് വളരെ വിപുലമായി കിട്ടുന്ന ഒരു കാര്യം നമുക്ക് കഞ്ഞിവെള്ളമാണ്. ഏറ്റവും നല്ല ORS കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം. അത് ശുദ്ധമായതാണ്, അത് സ്റ്റെറൈലാണ്, കൈ നിറച്ച് ഒപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ORS, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം, ORS നമുക്ക് ORS അല്ലാതെ തന്നെ സപ്ലൈ ഉണ്ട്. ഗവൺമെന്റിൽ നിന്നും WHO നിന്നും സപ്ലൈ ഉണ്ട് ORS വാങ്ങി.
അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നിർജ്ജലീകരണം വരെ അവരുടെ ജലാംശം പെട്ടെന്ന് ജലാംശം മാത്രമല്ല ലവണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ ORS ലായനി അല്ലെങ്കിൽ നമുക്ക് വീടുകളിലാണെങ്കിൽ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കൊടുക്കാം. അതവർ കുടിക്കും. കുറച്ച് കഴിയുമ്പോൾ കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ വരാം കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ. അപ്പം നമുക്ക് അത് തടയുന്നതിനായിട്ട് പച്ചക്കറി കുറേശ്ശെ കുടിച്ച് അത് ആ അവസ്ഥ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിലെ ജലം നഷ്ടമാകുമ്പോഴാണ് ഒരു കോംപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ മരണാവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുഞ്ഞുങ്ങള്, പ്രായമായ ആൾക്കാര്, രോഗബാധിതരായിട്ടുള്ള ആൾക്കാര്, ഗർഭിണികള്, ഇവരെല്ലാവരും തന്നെ നമ്മള് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്. എന്താണ്? പെട്ടെന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരൊരു ഹൈ റിസ്ക് എന്ന് പറയുന്നത് അവർക്ക് അസുഖം വന്നാൽ അത് കോംപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യം ഇത്തരം വിഭാഗക്കാർക്കുണ്ട്. അപ്പോൾ വയറിളക്കം പോലുള്ള ഒരു അസുഖം തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചികിത്സ എന്ന് പറയുന്നത് തന്നെ വയറിളക്കം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടെങ്കിൽ ആ ജലത്തിനെ തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ജലത്തിനെ തിരിച്ചു കയറ്റാൻ നമുക്ക് തിരിച്ച് വെള്ളം കുടിച്ചാൽ മതിയാവും. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ലവണങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഭക്ഷണത്തിലൂടെയും സാധാരണ ഭക്ഷണത്തിലൂടെ സൂര്യപ്രകാശത്തിലൂടെ ഒരുപാട് മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ലവണങ്ങൾ കയറുന്നില്ല? നമ്മുടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം മിനറൽസ് കയറുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ച് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ച് നമ്മുടെ ശരീരത്തിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ ഇവ നമുക്ക് അത്യാവശ്യമാണ്. അവിടെയാണ് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന, അതിനെ നമ്മൾ വണ്ടർ ഡ്രഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് എത്രയോ കുഞ്ഞുങ്ങൾ, 100 കണക്കിന് കുഞ്ഞുങ്ങൾ വയറിളക്കം മൂലം മരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം തിരിച്ച് അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലെ ആ വെള്ളം വയറിളക്കത്തിലൂടെ പിന്നെ നഷ്ടമാണ്. എന്തുകൊണ്ട് ജലം കൊടുത്തിട്ടും അവർ മരണത്തിലേക്ക് പോകുന്നു? ശരിയായ അളവിൽ അവരുടെ ലവണങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ലവണങ്ങൾ ശരീരത്തിൽ തിരിച്ചു കയറുന്നില്ല എന്നുള്ളതാണ്. കൈകൾ നന്നായി കഴുകുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ജലഫോഴ്സ് ഒഴിവാക്കുക, ബാത്റൂമിൽ പോയതിനു ശേഷം സോപ്പ് കൊണ്ട് കൈകൾ കഴുകുക. പുറത്തുനിന്നുള്ള ഭക്ഷണം 1 മണിക്കൂർ ഉപയോഗിക്കേണ്ടതാണ്. 5 മിനിറ്റോളം തിളപ്പിച്ചാക്കിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുകയുള്ളൂ. ഓർക്കുക, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. നാടും വീടും പരിസരവും ശുചിയാക്കി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ നമുക്ക് കൈകോർക്കാം.